ഡൈനിങ്ങിൻ്റെയും കിച്ചൻ്റെ അപ്പുറത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്. അതിന് ശരിക്കും നല്ലൊരു കോട്ടയാടാക്കി മാറ്റിയിരിക്കുകയാണ്. ബെസ്റ്റ് കോട്ടയാണ്. കാരണം ഇതിൻ്റെ വാഷേരി ഇവിടെ ഉണ്ട്. പക്ഷെ ആ കോട്ടയാടിനെയും ഡൈനിങ്ങിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കിളായിട്ട് ഓപ്പൺ കൊടുത്ത് അതിലൊരു ഗ്രില്ല് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത്ര ഭംഗിയായിട്ട് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ഒരിക്കലും ഇതൊരു പഴയ വീടിനെ മാറ്റം വരുത്തിയതാണെന്ന് പറയാൻ പറ്റാത്ത വിധത്തിലാണ് ഈ ഡിസൈനുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ കോട്ടയാടിൽ എന്ന് പറഞ്ഞ പെബിൾസ് ഒക്കെ ഇട്ട് അത്ര ഭംഗിയായിട്ട് പെബിൾ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് എസ് വൈറ്റിന്റെ ഗ്രാനൈറ്റിന്റെ പീസുകൾ ഇട്ട് ഈക്വൽ സൈസിൽ ഈക്വൽ സ്പേസിൽ കട്ട് ചെയ്ത് അതൊരു ഗ്രാസ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന് ലോണം മനോഹരമാക്കി. അതുപോലെ തന്നെ അതിന്റെ സൈഡിൽ പെബിൾസിന് താഴെയായിട്ട് ചെടികളൊക്കെ വെച്ച് വളരെ ഭംഗിയായി. അതിന്റെ ബാക്കിലാണെങ്കിൽ നമ്മുടെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ബ്രിക്ക് പാറ്റാണ്. ബ്രിക്കിന്റെ രീതിയിലുള്ള ഒരു ക്ലാഡിങ് കൂടെ കൊടുത്ത് അതിന് ഫ്രെയിം വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തെ സൈഡിൽ ചെറിയ വർക്ക് ഏരിയ പോലെ ഒരു സിങ്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് കിച്ചൺ ആയിട്ട് വരുന്നത് അതൊരു ഔട്ടർ ഏരിയ ആണ്. കുറച്ചും കൂടി അപ്പുറത്താണ്. കാരണം എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കിച്ചൺ അപ്പുറത്താണ്.